ഹലോ, നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു PDF ഫയൽ ഓട്ടോ കാഡിൽ ഓപ്പൺ ചെയ്ത് അത് എങ്ങനെ സെൻട്രൽ ലൈൻ മെത്തേഡ് ആയിട്ട് എടുക്കും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. ടെംപ്ലേറ്റ് ഓൺ ചെയ്തു, ദെൻ പ്രൈമറി ഷീറ്റ് സെറ്റിംഗ് ചെയ്തു. ആദ്യം തന്നെ ഞാൻ ഗ്രിഡ് ഓഫ് ചെയ്തു. ഗ്രിഡ് നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്തത് യൂണിറ്റ് എടുത്തു. ജസ്റ്റ് ഇൻസെർഷൻ സ്കെയിൽ ഏതാണ് യൂണിറ്റ് വേണ്ടതെന്ന് സെന്റിമീറ്റർ ആണ് ഞാൻ കൊടുക്കുന്നത്. സെന്റിമീറ്റർ കൊടുത്തു. ദെൻ അതിനുശേഷം ഡയമെൻഷൻ സ്റ്റൈലിൽ കയറി നമുക്ക് ഇതിൽ ഡയമെൻഷൻസ് എല്ലാം ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഡയമെൻഷൻ സ്റ്റൈലിൽ പോയിട്ട് നമ്മൾ ഡയമെൻഷന്റെ സൈസ് ഒന്ന് മാറ്റി കൊടുത്തു. സൈസ് ഞാൻ ഒരു 25 ഇട്ട് കൊടുത്തു. ഇവിടെ നോക്കുന്ന സമയത്ത് പ്രിസിഷൻസ് ഉണ്ട്. പ്രിസിഷൻ പോയിന്റ്സ് പറയുന്ന സമയത്ത് ഡെസിമൽസ് പോയിന്റിന് ശേഷം 4 ഡെസിമലാണ് കിടക്കുന്നത്. അത് 1 ആക്കി മാറ്റി, അതായത് സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റി റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സെറ്റ് കറണ്ട് കൊടുത്തു. അതിനുശേഷം ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ PDF ഇൻസേർട്ട് ചെയ്യാം. PDF ഇൻസേർട്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ടിൽ PDF അണ്ടർലൈൻ എന്ന് പറയുന്ന ടൂളാണ്. ഓക്കെ, ജസ്റ്റ് PDF അണ്ടർലൈൻ എടുത്തു. നമ്മുടെ പ്ലാൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആ പ്ലാൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു. പ്ലാൻ ഓപ്പൺ ചെയ്തു. ഇൻസെർഷൻ കൊടുക്കാൻ പോവുകയാണ്. വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഇൻസെർഷൻ പോയിന്റ് ഒന്നും കൊടുത്തിട്ടില്ല. അത് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുത്തത്. മീൻസ് അങ്ങനെ തന്നെ മതി. 00 ആയിരിക്കും പോയിന്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ UCS ഐക്കണിന്റെ മേലെ ആയിരിക്കും വരിക. നമുക്കത് നോക്കാം. സ്കെയിൽ സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുത്തു, പ്ലേസ് ചെയ്തു. നോക്കൂ, ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കാണാൻ വേണ്ടി ഷീറ്റിനെ ഒന്ന് സൂമോൾ കൊടുത്തു. ഇതാണ് PDF, നമുക്ക് വന്ന PDF. അപ്പോൾ ഈ UCS ഐക്കണെ ഞാൻ ആദ്യം ഒന്ന് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പോവാണ്. ഡിസ്പ്ലേയിൽ UCS ഐക്കൺ എടുത്തു, അതായത് വ്യൂവിൽ ഡിസ്പ്ലേയിൽ UCS ഐക്കൺ എടുത്തു, ഒറിജിൻ പോയിന്റ് ടിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൂം ചെയ്തു. നമുക്ക് ഇതിന്റെ മെഷർമെന്റുകൾ അറിയണ്ടേ. അപ്പോൾ മെഷർമെന്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഡയമെൻഷനിൽ കയറി ലീനിയർ ഡയമെൻഷൻ എടുത്തു. അപ്പോൾ എനിക്ക് നോൺ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് 24 ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി, 24 തന്നെയാണോ? അല്ല, 110 ആണ് കിടക്കുന്നത്. 110 ആണ് അവിടുത്തെ ആക്ട് ചെയ്യുന്ന മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്യണം. ഓക്കെ, സ്കെയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് സെൻട്രൽ ലൈൻ ലെങ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നു, സ്കെയിൽ ടൂൾ എടുക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പേ തന്നെ നമുക്ക് ഒരു റെഫറൻസിന് ഒരു പോയിന്റ് വേണം. ഞാൻ ഇവിടുന്ന് ഒരു ലൈൻ എടുത്തു, ഓർത്തോ മോഡ് ഓണാക്കിയിട്ടു. ദെൻ അതിനുശേഷം 24 ഒരു ലൈൻ വരച്ചു. 24. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ 24. പക്ഷേ അതിൽ നോക്കൂ, 110 ആണ് കിടക്കുന്നത്. ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സ്കെയിൽ ടൂൾ എടുത്തു, സ്കെയിൽ SC സ്കെയിൽ. എന്നിട്ട് ഈ PDF ഫയലിനെ ഒന്നിച്ച് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈ ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാനിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ സംടൈംസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമല്ലാത്ത രീതിയിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മെഷർമെന്റ് കൊടുക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ അതിനൊരു 130 സെന്റിമീറ്റർ എന്നൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. സാധാരണ ചില കണ്ടീഷൻസിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള എററുകൾ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനാണ് ഞാൻ ഈ സ്കെയിൽ എന്ന് പറയുന്ന ടൂൾ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ സ്കെയിൽ സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വന്നു. ആദ്യം ബേസ് പോയിന്റ് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേസ് പോയിന്റ് ആയിട്ട് ഒരു കോർണറിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് അവിടെ 2 ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്, കോപ്പി ഓർ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കോപ്പിയാണ് കൊടുക്കുന്നത് എങ്കിൽ കോപ്പി ചെയ്യുന്നത് ഇതിന്റെ ഒരു കോപ്പി ആയിരിക്കും വരുന്നത്. നമുക്ക് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു കോപ്പി ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് റെഫറൻസ് ആണ്. അതുകൊണ്ട് എൻ്റർ കൊടുത്തു. ദെൻ അതിനുശേഷം ചേഞ്ച് ചെയ്യേണ്ട ലെങ്ത് നമുക്ക് 24 എന്നുള്ള ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഞാൻ ഈസി ആയിട്ട് ഈ കറക്റ്റ് പിക്ക് ചെയ്ത് കൊടുത്തു. ഈ 2 പോയിന്റ്സിനെ ഞാൻ പിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ അതിനുശേഷം സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. പോയിന്റ്സ് എടുത്തു. അതിനുശേഷം പോയിന്റ് കൊടുക്കാൻ കാരണം വേറെ ഒന്നല്ല, നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടത് കൊണ്ട് നമുക്ക് ആ പോയിന്റ് അവിടെ കിട്ടണം. അതിനുവേണ്ടി ഇതാ കൊടുത്തു. ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഡയമെൻഷൻസ് എടുത്ത് നോക്കാം. ജസ്റ്റ് ഡയമെൻഷൻ എടുത്ത് നോക്കി, കണ്ടോ കൃത്യമായി വന്നില്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കെയിൽ ചെയ്തിട്ട് ഇതിനെ നമുക്ക് ആവശ്യമായ കൃത്യമായ മെഷർമെന്റിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റം. ദെൻ അതിനുശേഷം നമ്മൾ പോളിലൈൻ ടൂൾ എടുക്കുന്നു. പോളിലൈൻ ടൂൾ എടുത്തതിന് ശേഷം ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു. അതിനുശേഷം പോയിന്റ് പിക്ക് ചെയ്യുന്നു. നമ്മുടെ വാളിന്റെ ഔട്ടർ ലൈൻ എടുക്കുന്ന പ്രൊസീജിയർ ആണ് പറയുന്നത് കേട്ടോ.
ഈ ഒരു മെത്തേഡ് പലർക്കും അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാനിവിടെ നമുക്ക് അറിയാത്തവരുണ്ടല്ലോ, അതായത് ഒരു ഫ്രഷർ ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്നവരുണ്ടല്ലോ, അവർക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, ചിലർക്ക് ഇതിലും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ എങ്ങനെ ബേസ് മുതൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചെറുതായിട്ട് ഈ ഒരു പോളി ലൈനിന്റെ കളർ മാറ്റി കൊടുക്കുകയാണ്. കളർ മാറ്റാൻ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ടൂൾ ബാർ ഉണ്ട്. ആ ടൂൾ ബാറിൽ കയറി ഞാനിവിടെ ജസ്റ്റ് അതിന്റെ കളർ ഒരു ഗ്രീൻ കളർ ആക്കി കൊടുത്തു. ഓക്കെ, എന്തിനാ ഗ്രീൻ ആക്കുന്നതെന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനുശേഷം നമുക്ക് സെൻട്രൽ ലൈൻ ആണ് വരേണ്ടത്. അപ്പോൾ സെൻട്രൽ ലൈൻ കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലൈനിനെ തന്നെ എടുത്തു, ഓഫ്സെറ്റ് കൊടുത്തു. ഈ ഓഫ്സെറ്റില് നമുക്ക് 24ന്റെ പകുതിയാണ് 12 എന്നറിയാം. 12 കൊടുത്താലും മതി. ഞാൻ ഇവിടെ പറയുന്നത് വേറൊരു മെത്തേഡാണ്. അതായത് നമുക്ക് എല്ലാ കണ്ടീഷനിലും ചിലപ്പോൾ വാൾ തിക്നെസ് അറിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ ഒരു ഡൗട്ട് വരും, 24 ആണോ 25 ആണോ. അപ്പോൾ നമ്മൾ ആ ഒരു സംശയത്തിന്റെ പുറത്ത് ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ ഈസി ആയിട്ട് ചെയ്യാം. വാളിന്റെ തിക്നെസ് എത്രയാണോ അതിന്റെ മിഡ് പോയിന്റ് കൊടുക്കാം. ഇവിടെ സ്നാപ്പ് മോഡ് ഓൺ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഓഫ്സെറ്റിലത്തെ മെഷർമെന്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നു. ഞാൻ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പിക്ക് ചെയ്തു, രണ്ടാമത്തെ പോയിന്റ് ഇവിടെയും പിക്ക് ചെയ്തു. അപ്പോൾ ഈസി ആയിട്ട് അവിടെ അലൈൻ വന്നു. ഇനി ഞാൻ അതിനുശേഷം ചെയ്യുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ലൈനിനെ നമുക്ക് കളർ ഒന്ന് മാറ്റണം. കാരണം രണ്ടും ഗ്രീൻ ആയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഞാൻ യെല്ലോ കൊടുത്തു. ഓക്കെ, ഔട്ടർ ലൈനിന് ഗ്രീനും ഇതിന് യെല്ലോയും. ഈ ഔട്ടർ ലൈൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. അതവിടെ കിടന്നോട്ടെ, ബുദ്ധിമുട്ട് ഇല്ല, അതവിടെ കിടന്നോട്ടെ. നമുക്ക് ഇനി എന്ത് വേണം? ഈ ലൈനിനെ സെൻട്രൽ ലൈൻ ലെങ്ത് അല്ലേ എടുക്കുന്നത്, സെൻട്രൽ ലൈൻ ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ ആ ലൈൻ ടൈപ്പ് നമുക്ക് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്യാം. ലൈൻ ടൈപ്പ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോപ്പർട്ടി ടൂൾ ബാറിൽ വന്നു. അവിടെ നോക്കിയപ്പോൾ ലൈൻ ടൈപ്പുകളൊന്നുമില്ല, ആകെ ഒരു 3 എണ്ണം. അതായത് ബൈ ലെയർ, ബൈ ബ്ലോക്ക്, കണ്ടിന്യൂസ് ലൈൻസിന്റെ തന്നെ 2 ഓപ്ഷൻസ് ആണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. ഞാൻ അതേഴ്സ് കയറിപ്പോയി. അതേഴ്സിൽ കയറിപ്പോയതിനു ശേഷം ലോഡ് ഓപ്ഷനിൽ പോയി. ഇവിടെ ഒരുപാട് ലൈൻ ടേബിൾ ഉണ്ട് കേട്ടോ, ഒരുപാട് ലൈൻ ടേബിൾ ഉണ്ട്. ഞാൻ അപ്പൊ എല്ലാത്തിനെയും കൂടെ തൽക്കാലം നമുക്ക് സോർട്ട് ചെയ്യാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാത്തിനെയും സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ഡ്രോയിങ് ലാസ്റ്റ് അവസാനിപ്പിക്കുന്ന സമയത്ത് പർജ് ചെയ്തും കളയാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് മൊത്തത്തിൽ കോപ്പി ചെയ്ത് മീൻസ് അതിലേക്ക് ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ലൈനിനെ സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മളുടെ ലോഡ് ചെയ്തിട്ടുള്ളതിൽ നിന്നും സെൻട്രൽ ലൈൻ മെത്തേഡ് എടുത്തു കൊടുത്തു. ഓക്കെ, ലൈൻ ഭയങ്കര ചെറുതായിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക, കണ്ടോ? ലൈൻ ഭയങ്കര ചെറുതായിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ലൈനിനെ സെലക്ട് ചെയ്തു. ആ ലൈനിന്റെ സ്കെയിലിംഗ് ആണ് ഞാൻ പറഞ്ഞു കേട്ടോ. കൺട്രോൾ മോഡ്, നമ്മുടെ കൺട്രോൾ പ്രോപ്പർട്ടി കൺട്രോൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ ആ ടൂൾ ബാറിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ ലൈൻ ടൈപ്പ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ഒരു വാല്യൂ കൊടുക്കുകയാണ്, 15. ഓക്കെ, 15. ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് സെൻട്രൽ ലൈൻ ആയിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വാളിനും ഇത്തരത്തിൽ സെൻട്രൽ ലൈനുകൾ വരച്ചു കൊടുക്കുക. അത് യെല്ലോ കളറിൽ വരച്ചു കൊടുത്താൽ കൈയോടെ യെല്ലോ അല്ലെങ്കിൽ ഏതാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ചെയ്യുന്നത് കണ്ടോളൂ. ഞാൻ ജസ്റ്റ് ലൈൻ എടുത്തു. ഇവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻ വേണമെങ്കിൽ ഉപയോഗിക്കുകയാണ് കേട്ടോ. കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തിട്ട് ഈ ഒരു മിഡ് പോയിന്റ് വെച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും കിട്ടും. അത് എളുപ്പമായിക്കൊള്ളുന്നില്ല എല്ലാവർക്കും. ഓക്കെ, ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ട്രിം ചെയ്ത് കൊടുക്കും, ഇവിടെയും ട്രിം ചെയ്ത് കൊടുക്കും. ഓക്കെ, ട്രിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, അത് കട്ടായി പോകുന്ന സ്ഥലങ്ങളും കൂടെ നോക്കണം കേട്ടോ. ഓക്കെ, then ആവശ്യത്തിന് ഇവിടെ PDF ആണല്ലോ. ഈ PDF ആയ കാരണം കൊണ്ട് ഈ ലൈൻ ഇവിടെ പ്രോപ്പർ ആയിട്ട് ലൈൻ ആയിട്ട് ഇരിക്കില്ല. അപ്പൊ നമ്മൾ ട്രിം ചെയ്യുമ്പോൾ ഇവിടുന്ന് മൊത്തത്തിൽ ചിലപ്പോൾ പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത്, പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ 2 പോയിന്റിന്റെ മിഡില് എടുക്കണം. സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് വാളിന്റെ ഔട്ടർ ലൈൻ ചെയ്ത പോലെ തന്നെ ഒരു പോളി ലൈൻ എടുത്ത് വരച്ച് ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയും ചെയ്യാം, അത് ഞാൻ കാണിച്ചു തരാം. പല പല മെത്തേഡുകൾ കാണിച്ചു തരാം. ഒന്ന് കൺസ്ട്രക്ഷൻ ലൈൻ എടുത്ത് വരച്ചു. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ്, അതായത് നമ്മുടെ ഓഫ്സെറ്റ് എടുത്ത് ചെയ്യുന്ന ഒരു സെറ്റപ്പ്. ഓഫ്സെറ്റ് എടുത്തു. ഓൾറെഡി അവിടെ 12 കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിൽ ചേഞ്ച് ഒന്നും വരുത്താൻ പോകുന്നില്ല. കൊടുത്തു, ഈ ലൈനിനെ ട്രിം ചെയ്ത് കളഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഈ കോർണർ, ഇവിടുത്തെ കോർണർ കിട്ടാൻ വേണ്ടി ഞാൻ ഫില്ലറ്റ് എടുത്തു. ഇതും കൂടിയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. കറക്റ്റ് ആയിട്ടാണോ? ഇതിനെ ഞാൻ താഴത്തേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക്
ഇത് ഫുള്ളായിട്ട് കൊടുക്കണമല്ലോ, കാരണം ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ച് അവിടെ നമ്മുടെ ഫൗണ്ടേഷൻ വരാതിരിക്കില്ല. നമുക്ക് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് എടുക്കുന്ന സമയത്ത് അതും കൂടെ കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഇതിനെ നേരെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്തിട്ടുള്ള അതേ സെറ്റപ്പ് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു, ഓഫ്സെറ്റ് ടൂൾ എടുത്തു, വെച്ചെടുത്തു. ദെൻ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, സോറി, എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അതേപോലെ ഇവിടെയും കൊടുത്തു, ലൈൻ എടുത്തു. ഇനി ഇതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഈ രണ്ട് പോയിന്റിന്റെ ഇടയിൽ ഒരു പോയിന്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കിട്ടും. ഒന്നുമില്ല, ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മിഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞ് കാണും. ഓക്കെ, ഞാൻ ജസ്റ്റ് അതെടുത്തു, ഈ പോയിന്റും എടുത്തു കൊടുത്തു. കൃത്യമായി കിട്ടി. നമ്മൾ ഓർത്തോ മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായി കിട്ടും. ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ അതെ, ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി മിഡ് പോയിന്റുകൾ കാണുന്നുണ്ട്. ഓക്കെ, അവിടെ കൊടുത്തു. പിന്നെ ഇതാ ഇവിടെ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ എടുത്തു, ഇവിടെ വരെ വരച്ച് അവസാനിപ്പിച്ചു. അതുപോലെ ഇവിടെ നിന്ന് ഒരു ലൈൻ എടുത്ത് ഇങ്ങോട്ടേക്ക് വരച്ച് അവസാനിപ്പിച്ചു, ഇവിടെ വരയ്ക്ക് വരച്ചു. അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കണം, ഇവിടെ നിന്ന് കൊടുക്കണം. അവിടെ ടോയ്ലറ്റിന്റെ അവിടെ ഇത് വരുന്നതല്ലേ. ഓക്കെ, ഇത് ഈ ഒരു കണക്ഷൻ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, സെൻട്രൽ ലൈൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്തു, ആ ലൈൻ സെൻട്രൽ ലൈൻ ആക്കി മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതും കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചേഞ്ച് ഓവർ ചെയ്യണമെന്ന് കൊടുക്കാം, ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഇത്രയും സെൻട്രൽ ലൈനുകൾ വരച്ചു വെച്ചു. ഓക്കെ, സെയിം മാച്ച് ടൈപ്പോ അല്ലെങ്കിൽ മാച്ച് പ്രോപ്പർട്ടി എടുത്ത് കൊടുത്താലും ബുദ്ധിമുട്ടില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും മാറിക്കഴിഞ്ഞു. നോക്കൂ, ഇപ്പൊ നമ്മൾ സെൻട്രൽ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ? സെൻട്രൽ ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു വെച്ചു. അപ്പൊ ഇത് വരെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇനി അതിന് ശേഷം പറയുന്നത് അടുത്തൊരു സ്ട്രെച്ചിലായിട്ട് ചെയ്ത് നോക്കും. ഓക്കെ, ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻട്രൽ ലൈൻ വരയ്ക്കുന്നത് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സെൻട്രൽ ലൈനിന്റെ ലെങ്ത് എടുക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത് എടുക്കാൻ നമുക്ക് സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ പറ്റും. അപ്പോൾ അതിന് ഞാൻ ചൂസ് ചെയ്യുന്ന ടൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പാനലാണ്. കൺട്രോൾ പാനൽ എന്ന് പറയുമ്പോൾ ഷോർട്ട് കീ വരുന്നത് Ctrl+1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ ലൈനുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഒന്നും തന്നെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ കിടക്കുന്നത് ഡിഫോൾട്ട് ആയിട്ട് നോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ അപ്പോൾ ചെയ്യുന്നത് ആദ്യത്തെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ വാളിന്റെ ഔട്ടർ വാളിന്റെ മിഡിൽ കൂടി പോകുന്ന ലൈനിനെയാണ്. ഞാൻ അത് ചൂസ് ചെയ്തു. അതൊരു ക്ലോസ്ഡ് പോളി ലൈൻ ആണ്. നോക്കൂ, നമ്മൾ വരച്ചത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിനുശേഷം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് പോളി ലൈനിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ കൺട്രോൾ പാനലിൽ വന്നപ്പോൾ അവിടെ പേര് കൊടുത്തിട്ടുണ്ട്, പോളി ലൈൻസ് എന്ന് വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ നമ്മൾ രണ്ട് ലൈനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും, ഓൾ 2. അപ്പൊ ഇതിൽ ഏതാണ് ആവശ്യമുള്ളത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്, ലൈൻ 1 ലൈൻ 2. ഇതിൽ നമുക്ക് ലൈൻ 1ന്റെ കാര്യങ്ങളാണ് ആവശ്യം. അപ്പൊ ലൈൻ 1 എടുത്ത് കൊടുത്താൽ മതി. ഓക്കെ, പോളി ലൈൻ എടുത്തു. പോളി ലൈൻ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് കാണാം പോളി ലൈൻ, അതിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് പോകുന്നത് ജോമെട്രി. കൺട്രോൾ പാനലിൽ ജോമെട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ചില സമയത്ത് ഇതിങ്ങനെ ക്ലോസ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ പ്ലസിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആയിരിക്കും. then അതിലെ ലെങ്ത് നോക്കാം. ലെങ്ത് സെന്റിമീറ്ററിലാണ് ഈ പ്ലാൻ വരച്ചിരിക്കുന്നത്. അതിനാൽ അവിടെ എന്ത് കാണാം, 4104 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഷർമെന്റ്സ് കാണാം. ചെറിയ കാര്യം ചെയ്യണം, ഇത് മാനുവൽ ആയിട്ടാണ് നോട്ട് ചെയ്യുന്നത് മെഷർമെന്റ്സ് എല്ലാം. അപ്പൊ നോട്ട് പാഡ് കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. ദെൻ ചെയ്യുന്ന കാര്യം കണ്ടോളൂ. ഓൾറെഡി ഞാൻ അവിടെ മെഷർമെന്റ് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, 4104 പ്ലസ് അടുത്ത മെഷർമെന്റ് എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു, ലെങ്ത് 660 കാണിക്കുന്നുണ്ട്, 660. അപ്പൊ ഞാൻ ഇവിടെ വന്നു പ്ലസ് 660 പ്ലസ് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ കളർ വീണ്ടും എടുത്തതിന്റെ കളർ റെഡ് ആക്കി മാറ്റി. ഇങ്ങനെ പ്ലാനിലുള്ള എല്ലാ സെൻട്രൽ ലൈനുകളുടെയും മെഷർമെന്റ് എടുത്ത് കളർ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്.
ഒരേ സമയം 2 ലൈൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വേരീസ് എന്ന് കാണിക്കും. ലൈൻ 1, ലൈൻ 2 എന്നുള്ളത് കാണിക്കുന്നുണ്ടാക്കി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുക, ദെൻ ആവശ്യമുള്ള ലൈൻ ഏതാണോ അതിനെ സെലക്ട് ചെയ്യുക കേട്ടോ. അതിലുള്ള എല്ലാ സെൻട്രൽ ലൈൻസിന്റെയും ലെങ്ത് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതെല്ലാം തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കമാൻഡ് ബോക്സിൽ വന്ന് Ctrl+8 നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, ഇനി എല്ലാത്തിനെയും കോപ്പി ചെയ്ത് കാൽക്കുലേറ്ററിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻസർ വന്നിരിക്കുന്നത് 80.66. 80.66 ഒന്നും മീറ്ററിലേക്ക് ആക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് 80.66 എന്നാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ AutoCAD ഉപയോഗിച്ച് അതിൽ PDF ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാൻ വരയ്ക്കുന്ന മീൻസ് പ്ലാനിൻ്റെ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീണ്ടും ECQSൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.